എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ SSLCയിലെ മക്കളെ, നിങ്ങൾ മലയാളം ഫസ്റ്റിലെ എക്സാമിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമുണ്ടല്ലോ, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമല്ലേ ഹംസവും നളനും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹംസത്തിൻ്റെയും നളൻ്റെയും കഥാപാത്ര നിരൂപണം നിങ്ങൾക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് അല്ലേ. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ചോദ്യങ്ങളാണ് നളൻ്റെയും ഹംസത്തിൻ്റെയും കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് അതങ്ങ് പഠിച്ചു തീർത്താലോ. ഓക്കെ, ഇങ്ങ് പോരിടാ. നളൻ അല്ലേ, നളൻ്റെയും ഹംസത്തിൻ്റെയും കഥാപാത്ര നിരൂപണമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആരെ പരിചയപ്പെടാം? നമ്മുടെ ഹംസത്തെ പരിചയപ്പെടാം. ഹംസത്തിൻ്റെ കഥാപാത്ര നിരൂപണത്തിൽ നമ്മൾ എന്തൊക്കെ എഴുതാൻ സാധിക്കും? നളൻ്റെ പിടിയിലകപ്പെട്ട ഹംസം താൻ കൊല്ലപ്പെട്ടാൽ ആശ്രയമില്ലാതാകുന്ന തൻ്റെ കുടുംബത്തെക്കുറിച്ച് അല്ലേ, ആ അമ്മേനെക്കുറിച്ചും ഭാര്യനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓർത്ത് വിലപിക്കുന്നു. ഇത് ഹംസത്തിൻ്റെ കുടുംബസ്നേഹവും ഉത്തരവാദിത്ത ബോധവും കാണിക്കുന്നു അല്ലേ. അപ്പോൾ കുടുംബസ്നേഹം, ഉത്തരവാദിത്ത ബോധമുള്ള കഥാപാത്രമാണ് ആര്? നമ്മുടെ ഹംസം എന്ന് പറയുന്നത്. മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണ് മക്കളെ? അസാമാന്യ സൗന്ദര്യം അല്ലേ, സ്വർണ്ണവർണ്ണമുള്ള ചിറകുള്ളവനാണ് ആര്? ഹംസം എന്ന് പറയുന്നത്. വിലമതിക്കാനാവാത്ത സ്വർണ്ണ നിറത്തിലുള്ള ചിറകുകളുള്ള സൗന്ദര്യമുള്ള കഥാപാത്രമായി ഹംസം നമ്മുടെ കഥയിൽ കടന്നു വരുന്നു. പിന്നെയോ നേതൃഗുണം എന്ന് ഉദ്ദേശിക്കുന്നത് അരയന്നങ്ങളുടെ നേതാവാണ്. നമുക്ക് അരയന്ന പരിവൃഢം എന്നൊരു വരി കവിതയിലില്ലേ അല്ലെ. അരയന്നം കാണാൻ നല്ല ഭംഗിയല്ലേ, നല്ല മൊഞ്ചല്ലേ. ഇപ്പൊ അരയന്നങ്ങളിൽ തന്നെ സവിശേഷ ഭംഗിയുള്ള കഥാപാത്രമാണ് ആര്? നമ്മുടെ ഹംസം എന്ന് പറയുന്നത്. വാക്ചാതുരിയും ബുദ്ധിയും അല്ലേ, താൻ നിരപരാധിയാണെന്ന് നളനെ അറിയിക്കുന്ന ഹംസത്തിന്റെ വാക്ചാതുര്യം, സാമർത്ഥ്യം, അതൊരു കഥാപാത്രത്തിന് വേണ്ട ഗുണമാണ്. അയ്യോ നള, എന്നെ കൊല്ലല്ലേ, എന്നെ ചതിച്ചു കൊല്ലല്ലേ, എൻ്റെ അമ്മ കാത്തിരിപ്പുണ്ട്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, എൻ്റെ ഭാര്യയുമുണ്ട്, പ്രസവിച്ചിട്ട് അധിക നാളാകാത്ത എൻ്റെ കുട്ടിയുമുണ്ട് എന്ന് പറഞ്ഞ് തന്നെ ഹംസം തന്നെ നളൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നില്ലേ. അത് ഹംസത്തിൻ്റെ വാക്ചാതുരിയാണ്, സാമർത്ഥ്യമാണ്, അതൊരു കഥാപാത്രത്തിൻ്റെ സവിശേഷതയാണ്. പിന്നെ ഉത്തമ ഗുണങ്ങൾ അല്ലേ, ഗുണനിധേ എന്ന് വിളിക്കുന്നത് ഹംസത്തിൻ്റെ സവിശേഷതയാണ്. ഹംസത്തെ നളൻ വിളിക്കുന്നത് എന്താണ്? വരിയിൽ പറയുന്നുണ്ട്, ഗുണനിധേ, ഗുണങ്ങളുടെ ഇരിപ്പിടമേ. നമ്മുടെ ഹംസത്തെ കണ്ട ഉടനെ നളം പറയുന്ന വാക്യമാണ് എന്ത്? ഗുണനിധേ എന്നാണ് നളം പറയുന്നത്. അപ്പം അത്രമാത്രം ഗുണങ്ങളുള്ള സവിശേഷതയുള്ള ഒരു കഥാപാത്രമാണ് ആര്? ഹംസം എന്ന് പറയുന്നത്. പിന്നെ തീർന്നില്ല, ദൈവിക പരിവേഷം അല്ലേ. അമര ഗഗവര എന്ന് പറയുന്നുണ്ട്. അമര ഗഗവര എന്ന കവിതയിൽ നളൻ ആരെ പറയുന്നു? നമ്മുടെ ഹംസത്തെ പറയുന്നു അല്ലേ. ദേവപക്ഷികളിൽ ശ്രേഷ്ഠൻ, ദേവപക്ഷികളിൽ വെച്ച് ശ്രേഷ്ഠനാണ് ആര്? നമ്മുടെ ഹംസം. എപ്പോൾ അത്രമാത്രം മനോഹാരിതയുള്ള, ഹൃദയത്തിൽ കുടുംബത്തോട് സ്നേഹമുള്ള, ഉത്തരവാദിത്തമുള്ള, തൻ്റെ അമ്മയെയും ഭാര്യയെയും കുഞ്ഞിനെയും സ്നേഹിക്കുന്ന, തൻ്റെ കുലത്തെ തന്നെ അല്ലേ, എന്നെ കൊന്നാൽ എൻ്റെ കുലം തന്നെ മുടിഞ്ഞു പോകുമെന്ന് ഹംസം നളനോട് പറയുന്നു. അപ്പോൾ തൻ്റെ കുലത്തെ തന്നെ സ്നേഹിക്കുന്ന കഥാപാത്രമായി വരുന്ന നളനും ഹംസവും കഥാപാത്രമായി വരുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ ഹംസത്തിൻ്റെ കഥാപാത്ര നിരൂപണം വന്നാൽ നിങ്ങൾ എഴുതണം കേട്ടോ മുത്തുമണികളെ. പിന്നെ എന്താണ് നമുക്ക് വേണമെങ്കിൽ നളൻ്റെ കഥാപാത്ര നിരൂപണത്തിൽ കൂടെ നളൻ എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? നളൻ്റെ കഥാപാത്ര നിരൂപണത്തിൽ നളൻ കഥാപാത്ര നിരൂപണം നമുക്ക് എന്തൊക്കെ മക്കൾ എഴുതാൻ പറ്റും? നളൻ കഥാപാത്ര നിരൂപണത്തിൽ നളൻ്റെ കഥാപാത്രം ഒന്ന് സ്നേഹനിധി ഉള്ളവനാണ്. സ്നേഹനിധി കാരണം എന്താണ്? അരയന്നത്തിൻ്റെ കാരുണ്യം നിറഞ്ഞ ആ സങ്കടം കേട്ടപ്പോൾ നടൻ എന്ത് ചെയ്തു? അരയന്നത്തെ ഹംസത്തെ വിട്ടില്ലേ. അത് തൻ്റെ ജീവജാലങ്ങളോടുള്ള ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ് സ്നേഹനിധി. പിന്നെയോ കാരുണ്യ ഹൃദയം അല്ലേ, കാരുണ്യം. തൻ്റെ സഹജീവി ഈ അരയൻ എന്ന് പറയുന്ന ഈ ചെറുജീവി ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി വിലപിക്കുമ്പോൾ അരയൻ രാജാവാണല്ലേ, രാജാവിനോട് എന്തൊക്കെയായി അരയന്നം പറഞ്ഞത്? നീ എന്നെ പിടിച്ചു കൊണ്ടുപോയാൽ നിനക്ക് ദോഷമേ വരൂ എന്ന് പറഞ്ഞ് അരയന്നം രാജാവായ നമ്മുടെ നളനെ കുറ്റം പറഞ്ഞില്ലേ. എന്നിട്ടും രാജാവായ നളൻ അരയനത്തെ ഒന്നും പറഞ്ഞില്ല, കാരുണ്യത്തോടെ വിട്ടയച്ചു. അതാണ് കാരുണ്യ മക്കളെ. പിന്നെ എന്താണ്? അനുരാഗം അല്ലേ. അനുരാഗം എന്താണ്? നമ്മുടെ നാരദൻ്റെ വായിൽ നിന്നും നമ്മുടെ ദമയന്തിയെക്കുറിച്ച് കേട്ട നമ്മുടെ നളൻ്റെ മനസ്സിൽ അനുരാഗം വരുന്നു, ദമയന്തിയോട് പ്രണയം വരുന്നു. എപ്പോൾ ആ ഉദ്യാനത്തിൽ പ്രണയത്തിൽ ഇങ്ങനെ നടക്കുകയാണ് അല്ലേ. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി എന്ന് പോലെ തന്നെ അനുരാഗം ദമയന്തി
ദമയന്തിയോട് പ്രണയമുള്ള കഥാപാത്രമായി, ആത്മാർത്ഥ പ്രണയത്തിൻ്റെ അനുരാഗത്തിൻ്റെ കഥാപാത്രമായി നളൻ മാറുന്നു. പിന്നെ എന്താണ് മക്കളെ? പ്രകൃതി സ്നേഹി എന്ന് പറഞ്ഞൂടെ? പ്രകൃതി സ്നേഹി. കാരണം എന്താ? ഉദ്യാനത്തിലൂടെ നടക്കുകയാണ്. ഇപ്പോൾ ഉദ്യാനത്തിലൂടെ നടക്കുന്നവർ കുറവല്ലേ? ആ പ്രണയവിവശനായി ഉദ്യാനത്തിലൂടെ നടക്കുന്ന നളൻ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ആ പൂക്കളെയും ആ പുഴുക്കളെയും ആ പുലരിയെയും ആ പുൽത്തകിടിനെയും സ്നേഹിച്ചുകൊണ്ട് പ്രണയവിവശനായി പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന നളന് ഒരു പ്രകൃതി സ്നേഹിയെ കാണാൻ സാധിക്കും. പിന്നെന്താണ്? സൗന്ദര്യ ആസ്വാദകൻ. സൗന്ദര്യ ആസ്വാദകനാര്? നളൻ അല്ലേ? സൗന്ദര്യ ആസ്വാദകൻ. കാരണം എന്താണ്? ആ ഉദ്യാനത്തിലെ പൂക്കളെ, ആ പുലരിയെ നളൻ ആസ്വദിക്കുന്നു. കൂടാതെ സ്വർണ്ണ നിറമുള്ള അരയന്നത്തിൻ്റെ സൗന്ദര്യത്തിലും നളൻ ആസ്വദിക്കുന്നുണ്ട് അല്ലേ? നളൻ ഇങ്ങനെ നടന്നു പോകുമ്പം ആരെയാ കാണുന്നേ? ഹംസത്തെ കാണുന്നു. എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഹംസം! ഹംസത്തിൻ്റെ ആ കൗതുകത്തിൽ, ഹംസത്തിൻ്റെ ആ സൗന്ദര്യത്തിൻ്റെ കൗതുകത്തിലാണ് നളൻ ആരെ പോയി പിടിക്കുന്നത്? ഹംസത്തെ പോയി പിടിക്കുന്നത് അല്ലേ? അപ്പോൾ സൗന്ദര്യ ആസ്വാദനം കൂടിയാണ് നളൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങളുടെ ചോദ്യം വന്നാൽ, നളൻ്റെയും ഹംസത്തിൻ്റെയും കഥാപാത്ര നിരൂപണം വന്നാൽ, എൻ്റെ മുത്തുമണികളെ അടിപൊളി എഴുതുക, മാർക്ക് സ്കോർ ചെയ്യുക. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.